സംസ്ഥാനത്തെ പോലീസ് സേനയെ നിഷ്ക്രിയമാക്കാനുള്ള ക്രിമിനൽ മാഫിയ സംഘങ്ങളുടെ കളിയിൽ മാധ്യമങ്ങൾ വീഴുന്നുവെന്ന് വിമർശനമുന്നയിച്ച് പോലീസ് അസോസിയേഷൻ ജനറൽ സെക്രട്ടറി CR ബിജു. ഗുണ്ടാത്തലവന്മാരെ പോലും മാധ്യമങ്ങൾ ചർച്ചയ്ക്ക് വിളിച്ചുവരുത്തി പോലീസിനെതിരെ പറയിപ്പിക്കുന്ന സാഹചര്യവും അദ്ദേഹം ചൂണ്ടിക്കാട്ടി. പോലീസ് സേനയ്ക്ക് മാത്രം കൈകാര്യം ചെയ്യാൻ കഴിയാത്ത കാര്യമാണ് ക്രിമിനൽ സംഘങ്ങളുടെ വളർച്ചയെന്ന് CR ബിജു ചൂണ്ടിക്കാട്ടി. ക്രിമിനലുകൾക്ക് വളമായി മാറുന്ന തരത്തിൽ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്ന രീതിയിൽ മാറ്റം വരണമെന്ന് അദ്ദേഹം ഫേസ്ബുക്ക് കുറിപ്പിൽ ഉദാഹരണങ്ങൾ സഹിതം ചൂണ്ടിക്കാട്ടി. കുറ്റവാളികൾ പിടിക്കപ്പെട്ടാലും ജാമ്യത്തിലിറങ്ങി ആക്രമണങ്ങൾ ചെയ്യുന്ന സാഹചര്യം ഒഴിവാക്കണമെങ്കിൽ അത്തരം ക്രിമിനലുകൾക്ക് മാധ്യമങ്ങളിലൂടെ ലഭിക്കുന്ന പിന്തുണ ഇല്ലാതാക്കണമെന്ന് CR ബിജു പറഞ്ഞു. അറസ്റ്റ് ചെയ്ത് റിമാൻഡ് ചെയ്ത പോലീസ് ഉദ്യോഗസ്ഥന്മാർക്കെതിരെ വ്യാജ ആരോപണങ്ങൾ ഉന്നയിച്ച് പത്രസമ്മേളനം നടത്തുന്ന ക്രിമിനലുകളുണ്ട്. അവർ ഉന്നയിക്കുന്ന ആരോപണങ്ങളുടെ വസ്തുത അന്വേഷിക്കാതെ മാധ്യമങ്ങൾ അവ ബ്രേക്കിംഗ് ന്യൂസായി പുറത്തുവിടുന്നു. ഇത് ആത്മാർത്ഥമായി ജോലി ചെയ്ത പോലീസ് ഉദ്യോഗസ്ഥന്മാരെ മാനസികമായി തകർക്കുന്ന കാര്യമാണ്. +2 ഡിഗ്രി കഴിഞ്ഞവർക്ക് വേൾഡ്സ് ഫസ്റ്റ് AR/VR ക്ലാസ് റൂമിലൂടെ സ്മാർട്ട് ഫോൺ എഞ്ചിനീയർ ആവാം. കൂടുതൽ അറിയാൻ വിളിക്കൂ ബ്രിഡ്കോ ആൻഡ് ബ്രിഡ്കോ. പോലീസിനെ കുറ്റവാളിയാക്കി യഥാർത്ഥ പ്രതികളെ വെള്ളപൂശുന്ന സാഹചര്യം പലപ്പോഴും സൃഷ്ടിക്കപ്പെടുന്നുണ്ട്. പോലീസിനെതിരെ പരാതി ഉയരുമ്പോൾ അത് ആഘോഷിക്കുന്ന മാധ്യമങ്ങൾ അതിൽ അന്വേഷണം നടത്തി വസ്തുത പുറത്തു വരുമ്പോൾ വാർത്തയാക്കാറില്ലെന്ന് CR ബിജു പറയുന്നു. 2014 ശ്രീജീവ് എന്ന യുവാവ് കസ്റ്റഡിയിലിരിക്കെ വിഷം കഴിക്കുകയും തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ വെച്ച് മരണപ്പെടുകയും ചെയ്ത സംഭവം അദ്ദേഹം ഉദാഹരണമായി പറഞ്ഞു. ഇതിൽ CBI അന്വേഷണം നടക്കുകയും ആത്മഹത്യയാണ് നടന്നതെന്ന് കോടതിയിൽ റിപ്പോർട്ട് നൽകുകയും ചെയ്തതാണ്. എന്നാൽ റിപ്പോർട്ട് വന്ന് 3 വർഷമായിട്ടും അത് വാർത്തയാക്കാൻ മാധ്യമങ്ങൾ തയ്യാറായിട്ടില്ല. പാലക്കാട് ഷീല എന്ന സ്ത്രീയെ മൃഗീയമായി കൊലപ്പെടുത്തിയ സമ്പത്ത് എന്നയാൾ കസ്റ്റഡിയിൽ മരിച്ച സംഭവവും CR ബിജു ഉദാഹരണമായി പറഞ്ഞു. കൊല ചെയ്യുക മാത്രമല്ല, ചെവി അറുത്ത് കമ്മലെടുത്ത് മൃഗീയമായ ക്രിമിനൽ പ്രവർത്തനം നടത്തിയ ആളായിരുന്നു സമ്പത്ത്. ഈ കേസിൽ ഇപ്പോൾ സമ്പത്തിന്റെ കസ്റ്റഡി മരണം മാത്രമേയുള്ളൂ. ഷീല കൊല്ലപ്പെട്ടത് വരുന്നില്ല. ഇത്തരക്കാർ ജാമ്യത്തിലിറങ്ങി വീണ്ടും ക്രിമിനൽ പ്രവർത്തനങ്ങളിൽ ഏർപ്പെടുന്നതിൽ മാധ്യമങ്ങളുടെ സമീപനത്തിലും പങ്കുണ്ടെന്ന് CR ബിജു ഫേസ്ബുക്ക് കുറിപ്പിൽ ചൂണ്ടിക്കാട്ടി. 21 ലക്ഷത്തോളം സന്തുഷ്ടരായ ഉപഭോക്താക്കളും 2 ലക്ഷത്തോളം തിമിര ശസ്ത്രക്രിയകളും പൂർത്തിയാക്കിയ മലബാറിലെ ഏക കണ്ണാശുപത്രി അൽ സലാമ ഹൈ ഹോസ്പിറ്റൽ റോഡ്, പെരിന്തൽമണ്ണ.